പിണറായി വിജയൻ എന്ത് കൊടുക്കാം? സമ്മാനം കൊടുക്കണമെങ്കിൽ ഇപ്പം ശബരിമലയെന്ന് വല്ലതും കൊണ്ട് കൊടുക്കേണ്ടി വരും. അതാ പ്രശ്നം. അയ്യോ, സ്വർണ്ണപ്പല്ലി. സ്വർണ്ണപ്പല്ലി എത്ര ഗ്രാം ഉണ്ട്? ആർക്കറിയാം. രാഹുൽ മാങ്കൂട്ടത്തിലിന് അവന് മാനസികമായി അവനിട്ട് ചെവിക്കുറ്റിക്ക് 2 അടിയും കൊടുത്തിട്ട് ഏതെങ്കിലും മാനസിക ആശുപത്രി കൊണ്ടുപോയി ട്രീറ്റ്മെന്റ് വിടുക. എം വി ഗോവിന്ദൻ എന്ത് കൊടുക്കാം? ഒരു മഠയനായ കമ്മ്യൂണിസ്റ്റുകാരൻ. സത്യം. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് BJPക്ക് നേടിത്തന്ന ആര്യരായെന്നോട് നന്ദി. കരൂരിനെ BJPയിലേക്ക് വിളിച്ചാലോ? മോദിക്ക് ഇന്ത്യയിൽ തന്നെ പുള്ളിക്ക് സമ്മാനമായി കൊടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. മോദിജി ലോകത്തിന്റെ തന്നെ നേതാവായിട്ട് ഉയർന്നിരിക്കുകയല്ലേ ഇപ്പോൾ. അച്ചായോ, ക്രിസ്മസ് ഒക്കെ അല്ലേ? നമുക്ക് കേരളത്തിലെ ദേശീയ രാഷ്ട്രീയത്തിലെ കുറച്ച് പേർക്ക് കുറച്ച് ക്രിസ്മസ് ഗിഫ്റ്റും ഒരു സന്ദേശവും കൊടുക്കാം. ആദ്യം നമുക്ക് മോദിജി ഗിഫ്റ്റ് കൊടുക്കുന്നത് കൊടുക്കണ്ടേ? നമുക്ക് സാങ്കല്പികമായിട്ട് നമ്മൾ പറയും. കളിപ്പീര്. അതെ, നമുക്ക് മോദിജിക്ക് എന്ത് കൊടുക്കാം? മോദിക്ക് നമുക്കൊരു കേക്ക് കൊടുക്കാം. കേക്ക് കൊടുക്കാം. എന്നെ പറയും മോദിജിയോടോ. മോദിജി ഒരു സന്ദേശം ലോകത്തിന്റെ തന്നെ നേതാവായിട്ട് ഉയർന്നിരിക്കുകയല്ലേ ഇപ്പോൾ. അദ്ദേഹത്തിന് ഏത് സ്ഥാനം എന്നെ ലോകത്തിന്റെ നിറയിലെത്തി, ഇന്ത്യയെ ഭാരതത്തെ നിറയിലെത്തിച്ചു. അദ്ദേഹം ചെയ്യുന്ന എല്ലാ കാര്യവും നല്ലതാണ്. അദ്ദേഹം പുതിയ നിയമം കൊണ്ടിരുന്നു. എല്ലാം നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അതായത് ഈ തൊഴിലുറപ്പിന് കുഴപ്പമെന്നാണ് പിണറായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ എന്താ മോദിക്ക് അത് ഇതൊന്നും പറഞ്ഞില്ലേ കുഴപ്പമാണ്. അതായത് ആ നിയമം വരുന്നതുകൊണ്ട് എന്തായിട്ട് തൊഴിലുറപ്പ് പദ്ധതി വന്നുകൊണ്ട് കേന്ദ്രത്തിൽ നിയമം കൊണ്ടുവന്ന ഗുണമെന്താ? 150 പണി നിർബന്ധമായും കൊടുത്തിരിക്കണം. ഒരാഴ്ചയ്ക്ക് ശമ്പളം കൊടുത്തിരിക്കണം. നിയമമാക്കിയിരിക്കുക. ഇപ്പം പാവപ്പെട്ട പെണ്ണുങ്ങൾ പണി ചെയ്തിച്ച് 2 മാസമായിട്ടും 2 കൊല്ലമായിട്ടും ജോലി കാശ് കിട്ടാൻ നടക്കുക. അതൊക്കെ മാറും ഇപ്പോൾ. അങ്ങനെ വലിയ മാറ്റമാണ് മോദി വരുത്തിക്കൊണ്ട്. മോദിക്ക് ഇന്ത്യയിൽ തന്നെ പുള്ളിക്ക് സമ്മാനമായി കൊടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇന്ത്യയിൽ തന്നെ സമ്മാനമായിട്ട് കൊടുക്കണം. പിന്നെ അടുത്ത നമുക്ക് പിണറായി വിജയൻ എന്ത് കൊടുക്കാം? പിണറായി വിജയന് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ അയാളെ പറ്റി പറയുമ്പോൾ 2 അഭിപ്രായം ഉണ്ട്. എന്നറിയോ? പിണറായി സത്യത്തിൽ സഹകരണ മന്ത്രി ഇതുപോലൊരു നല്ല സഹകരണ മന്ത്രി ഉണ്ടായിട്ടില്ല. അത്ര മൃഗപ്പനായിരുന്നു. അങ്ങേരെ മുഖ്യമന്ത്രിയായി കഴിഞ്ഞപ്പം ഈ വൃത്തികെട്ടവന്മാരെല്ലാം കൂടെ പുള്ളിയൊരു കമ്പനി കൂടി നശിപ്പിച്ച് കൈക്കൂലി മേടിക്കാനും അഴിമതി കാണിക്കാനൊക്കെ അവസരം ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ പുള്ളിയെ നശിപ്പിച്ചതാണ്. പുള്ളി ഒരു നല്ല മുഖ്യമന്ത്രിയായിട്ട് വരേണ്ടതായിരുന്നു. എനിക്ക് വലിയ സങ്കടമുണ്ട് സത്യത്തിൽ. നമുക്ക് ആ വിഷമത്തോടൊരു ആശംസ പറഞ്ഞാലോ? അപ്പം ആശംസ പുള്ളിക്ക് ഈ ക്രിസ്മസ് ആശംസകൾ തീർച്ചയായും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും വളരെ സന്തോഷത്തോടുകൂടി ക്രിസ്മസ് ആശംസകൾ അർപ്പിക്കുന്നു. പുതുവർഷത്തിൻ്റെ ആശംസകൾ അർപ്പിക്കുന്നു. ഒരു സമ്മാനം കൂടി കൊടുക്കാം. സമ്മാനം കൊടുക്കുന്നത് എന്നതാന്നുള്ള പ്രശ്നം. സമ്മാനം കൊടുക്കാൻ പുള്ളിക്ക് സമ്മാനം കൊടുക്കണമെങ്കിൽ ഇപ്പം ശബരിമലയെന്ന് വല്ലതും കൊണ്ട് കൊടുക്കേണ്ടി വരും. അതാ പ്രശ്നം. നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിന് ഒരു സമ്മാനം. അവൻ്റെ കാര്യങ്ങളാ. അവൻ വൃത്തികെട്ടവൻ. ഞാൻ പറയാൻ പാടില്ല. ഏത് മനുഷ്യനും ഏതാണേലും ഒരു പെണ്ണിനെ കണ്ട സ്വല്പം സ്നേഹമൊക്കെ തോന്നുന്നത് നമുക്ക് സ്വാഭാവിക പ്രായത്തിൻ്റെ. പക്ഷേ അതിങ്ങനെ ആയാലോ ക്രൂരതയോടുകൂടി പെണ്ണുങ്ങളെ സംഘടിപ്പിച്ച് ശാരീരിക ബന്ധം പുലർത്തുക മാത്രമല്ല അവരെ സാഡിസ്റ്റ് മനോഭാവത്തോടെ ഗർഭിണിയാക്കുക, ഗർഭം അലസിപ്പിക്കുക, കൊല്ലാൻ ശ്രമിക്കുക. ഇതൊക്കെ എന്തൊരു വൃത്തികെട്ടവനാണ്. അവന് മാനസിക രോഗിയാണ്. ഞാൻ എന്താണ് പറഞ്ഞത് ഇപ്പോഴും പറയാം. അവന് മാനസിക രോഗി. അവനിട്ട് ചെവിക്കുറ്റിക്ക് 2 അടിയും കൊടുത്തിട്ട് നേരെ ഒരു എന്നുവെച്ചാൽ ഏതെങ്കിലും മാനസിക ആശുപത്രി കൊണ്ടുപോയി ട്രീറ്റ്മെന്റ് വിടുക. അവർ 1 മാസത്തെ ട്രീറ്റ്മെന്റ് നന്നാവും, നല്ല ഇറക്കനാവും. അതാ എൻ്റെ അഭിപ്രായം. സുധാകരൻ എന്ത് ഗിഫ്റ്റ് കൊടുക്കും ക്രിസ്മസിന്? സുധാകരൻ എന്ത് ഗിഫ്റ്റ് കൊടുത്താലും പോരാന്നുള്ള അഭിപ്രായക്കാരനായി ഞാൻ ആലോചിച്ചോണ്ടിരിക്കുക. നമുക്ക് രാഹുൽ ഈശ്വരൻ എന്തെങ്കിലും സമ്മാനം കൊടുക്കണ്ടേ? രാഹുൽ ഈശ്വരൻ്റെ 2 ചെവിക്കുറ്റി 2 അടി കൊടുക്കും ഞാൻ പറഞ്ഞല്ലോ. രാഹുൽ ഈശ്വർ എന്ന് പറയുമ്പോൾ നമ്മുടെ മറ്റേ ജയിലിൽ പോയി കിടന്ന അതിജീവിതയെ അധിക്ഷേപിച്ച കേസ്. രാഹുൽ ഈശ്വർ. അയ്യോ, സ്വർണ്ണപ്പല്ലി. അതിന് അങ്ങോട്ട് നോക്കി ഞാൻ കണ്ടു. തുറന്നപ്പോ വലിയ ആഗ്രഹമാണോ? അല്ല, ഒരു പല്ലേ ഉള്ളൂ. ഒരെണ്ണം. അതെങ്ങനെ പോയത്? അതാ പല്ല് പോയപ്പോ മെച്ചപ്പോ സ്വർണ്ണപ്പല്ല് എടുത്താൽ എത്ര ഗ്രാം ഉണ്ട് ആർക്കറിയാം. അതാ സണ്ണി ഹോസ്പിറ്റൽ എന്ന് പറയും, സണ്ണി ഡെന്റൽ ക്ലിനിക്ക്. ആ സണ്ണിയുടെ മകൻ ആണ്. സണ്ണിയല്ല, സണ്ണിയുടെ മകനാണ് ആ ഡോക്ടർ. അവൻ വെച്ചതാണ്. എന്നോട് ചോദിക്കാതെ സ്വർണ്ണപ്പല്ല് വെച്ചതാണ്. വന്നപ്പോ സർപ്രൈസ് ആയിരുന്നു. മഞ്ഞപ്പല്ല വെച്ചതാ. പിന്നെ
ഒറിജിനൽ പല്ല്, കുഴപ്പമൊന്നുമില്ല. ഇത് ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാവോ നമുക്ക്? പാലി നമുക്ക് ഏതെങ്കിലും രാഷ്ട്രീയ നേതാവിന് കൊടുത്താലോ ഈ പല്ല്? വേണ്ട, എൻ്റെ പല്ല് ഞാൻ ആരും കൊടുക്കില്ല, അത് അവിടെ ഇരിക്കട്ടെ. അത് ആവശ്യമുണ്ട്. പിന്നെ എല്ലാരും വിചാരിക്കുന്ന പല്ല് കൊഴിഞ്ഞ സിംഹം എന്നൊന്നും ആരും വിചാരിക്കണം. ഞങ്ങളെ പീസിക്ക് നല്ല ഒന്നാന്തരം ഗോൾഡൻ പല്ല. അതെ, പറഞ്ഞു കൊടുക്ക ഇങ്ങോട്ട്. അത് സ്വർണ്ണപ്പല്ല് വേണ്ടതാ മനെ, സ്വർണ്ണപ്പല്ല് വേണ്ട. വേണം. ഇനി നമുക്ക് വി ഡി സതീശൻ ഒരു പ്രതിപക്ഷ നിലയിൽ നല്ല നിലയിൽ വരുന്നുണ്ട്. നല്ല നില വരുന്നുണ്ട്. അപ്പൊ എന്ത് ഗിഫ്റ്റ് കൊടുക്കും? ഒരു ഓണ സമ്മാനം കൊടുക്കാവുന്ന ഒരു മടിയില്ല, സന്തോഷം. ഓണസമ്മാനം പോലെ തന്നെ കൊടുക്കുന്ന പോലെ തന്നെ ക്രിസ്മസ് സമ്മാനം കൊടുക്കാം. എന്ത് കൊടുക്കും? കേക്ക് കൊടുക്കണോ? കേക്ക് കൊടുക്കാം. കേക്ക് കൊടുക്കാം. മധുരമുള്ള കേക്ക് പ്രതിപക്ഷ നേതാവിന് നമ്മുടെ PC ജോർജിന്റെ വക. രാജീവ് ചന്ദ്രശേഖരന് ഈ കേരളത്തിന് കൊടുക്കാൻ തയ്യാറാണ്. കാരണം എന്നാന്ന് ചോദിച്ചാൽ ആ കേരളം അങ്ങ് കൊടുക്കാം. തീർച്ചയായിട്ടും എടുക്കോ? നിയമസഭാ തെരഞ്ഞെടുപ്പാ. എടുക്കും. രാജീവ് ചന്ദ്രശേഖരൻ എടുക്കും, നോക്കിയോ? എടുക്കും. പിന്നെ ബെറ്റുണ്ടോ? ബെറ്റുണ്ട്. എന്നാ ബെറ്റ്? ഞാൻ വരും കേട്ടോ. എന്നാ ബെറ്റ്? എന്നാ ബെറ്റ് എന്താന്ന് പറഞ്ഞു? സ്വർണ്ണപ്പല്ലിന് ബെറ്റ് വെച്ചാലോ? വേണ്ട, സ്വർണ്ണപ്പല്ല ഇവിടെ ഇരുന്നോട്ടെ. ഒരു ദിവസം ഫുൾ എന്റെ ചെലവ് നോക്കണം. ബെറ്റ്. അപ്പൊ എന്റെ ചെലവ് നോക്കേണ്ടി വരും. ഒബ്വിയസ്ലി നോക്കാം. നോക്കിയിരിക്കും കേട്ടോ. പിന്നെ ഇവിടെ കേട്ടോ, ഇല്ലാത്തൊന്നുമില്ല. പ്ലാവ്, മാവ്, റംബുട്ടാനുണ്ടോ? റംബുട്ടാനുണ്ട്. പിന്നെ ഇത് ഇതല്ലേ, പിന്നെ ഇതിന്റെ പേരും പറഞ്ഞ ഊതുമരം ഇപ്പുറത്ത്. അതെ, ഇത് ഫലം ഉണ്ടാകുന്ന ഭയങ്കര വില കിട്ടുന്നില്ല ഇത്. പിന്നെ എല്ലാം ഉണ്ടെന്ന്, എല്ലാ സാധനവും. പിന്നെ ഉഷയാ നോക്കുന്നത്, ഉഷയാ പണിക്കാരെ കൊണ്ട് പണിക്കുന്നൊക്കെ. ഞാനിങ്ങനെ അഭിപ്രായം പറയും. ആ നിൽക്കുന്നതിനെന്തോ ചന്ദനമാ നിൽക്കുന്നവരെ, ഈ ചെറു ഇതിന്റെ ഈ ചലം ഇങ്ങനെ കുത്തിയാവാണ്ടോ, അത് വെച്ചാൽ അത് ചെറുതായിട്ട് നുള്ളിയാൽ മതി. ആ ചലമെടുത്ത് മുറിവുണ്ടായാൽ തേച്ച മുറിവ് ഉണങ്ങും. അത് മുറുകൂട്ടി എന്ന് പറയുന്നത്. അതിനപ്പുറത്ത് നിൽക്കുന്ന അതാണ് ചന്ദനമാണത്. ഈ ചന്ദനം എന്നത്തിനാ വെച്ചിരിക്കുന്നത്? വെട്ടിമുറിച്ച് കൊടുക്കോ? വെട്ടിമുറിച്ച് അത് മനുഷ്യനെ കാണാനും പഠിക്കാനും പിള്ളേരൊക്കെ പഠിക്കണ്ടേ. ചന്ദനമുണ്ട്, തുളസി മാത്രമോ എന്തെല്ലാം ഉണ്ട്, കാണിച്ചു തരാം. ഇവിടെ നിൽക്കുന്ന ഇതെന്നാന്നറിയാം, ഈ നിൽക്കുന്ന മരം ഊത് എന്ന് പറയുന്ന ഇത് ഉണ്ടാക്കുന്ന ഊതെന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ മണമുള്ള സാധനമാണ്. ആ ഇതിൽ നിന്ന് ഊതുമരമാണ്. അതിൻ്റെ കുത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ചലം ഇങ്ങനെ ഇറങ്ങി വരും. അതെടുത്ത് പ്രോസസ്സ് ചെയ്യുമ്പോൾ അതാണ് ഊത്. മരങ്ങളോടൊക്കെ എങ്ങനെ എത്ര അധികം പ്രണയം അല്ലെങ്കിൽ ഞാൻ കൃഷിക്കാരൻ്റെ മകനാണ്. സ്വാഭാവികമായിട്ട് കൃഷിക്കാരുടെ സ്നേഹം വരത്തില്ലേ. മാവ്, ജാതി, ഇതില്ലേ എല്ലാം ഉണ്ട്. ഇനി അടുത്ത് നമുക്ക് MV ഗോവിന്ദൻ എന്ത് കൊടുക്കാം? പാവാന്ന് കമ്മ്യൂണിസ്റ്റുകാരനാന്ന് പറയുന്നത്, ഒരു മഠയനായ കമ്മ്യൂണിസ്റ്റുകാരൻ. സത്യം, ശുദ്ധന. അങ്ങനെ സങ്കടം അങ്ങനെ പറയുന്ന കേട്ടാ എന്നാ. അത് പിണറായിയുടെ ഒരു ഏജന്റ് മാതിരിയായിപ്പോയി. അങ്ങനെ ഒരു വ്യക്തിത്വം അല്ല, ഒരു വ്യക്തിത്വമുള്ളവനായി അങ്ങനെ മാറണമായിരുന്നു. ഒരു നല്ല മനുഷ്യനായി പോയി. അയാളൊരു ഈ പിണറായിയുടെ ഒരു ഏജന്റ് ആയിപ്പോയി. നാണക്കേട്. അങ്ങേർക്ക് എന്നാ ഗിഫ്റ്റ് കൊടുത്താലും കാര്യമില്ലല്ലോ. കൊടുക്കാൻ ഒരു കേക്ക് കൊടുത്തേക്കാം. പിന്നെ ഷാഫി പറമ്പിൽ അവനെ മറ്റവൻ്റെ ഒരു കമ്പനിയായിരുന്നു. അവൻ്റെ കാര്യമൊന്നും പുറത്തു വന്നില്ല, അതുകൊണ്ട് വരാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനായിട്ട് അവനെ അതീവ സമ്പന്നനാ ചെറുക്കൻ. അവൻ കല്യാണം കഴിച്ചിരിക്കുന്ന അവനേക്കായി സമ്പന്നയാ പെണ്ണും. അങ്ങനെ ഒരു സമ്പന്ന കുടുംബമാണ് അവന്. അതുകൊണ്ട് ആരെയും നല്ല ബന്ധത്തിലാണ് പോകുന്നത്. പക്ഷേ അവനാ മാങ്കൂട്ടത്തിനോട് കൊടുത്ത് കൂടി നാറിപ്പോയി. അത് വേണ്ടായിരുന്നു. എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കണ്ടേ ഷാഫിക്ക്? ഷാഫിക്ക് എന്നാ ഗിഫ്റ്റ് കൊടുത്താലും തെറ്റൊന്നുമില്ല. ഒരു കേക്ക് കൊടുക്കുന്ന ഒരു തെറ്റുമില്ല. ഷാഫിക്ക് എല്ലാവർക്കും കേക്ക് കൊടുത്താലോ, വേറെ എന്തെങ്കിലും മാറ്റി പിടിക്കാം. പിടിക്കണമെന്നേ കേക്ക്. ശരി, എന്നാ പിന്നെ മുരളീധരൻ എന്ത് കൊടുക്കാം? വി മുരളീധരൻ നമ്മുടെ കേന്ദ്രമന്ത്രിയല്ലേ? അതെ. അങ്ങേര് ഇപ്പം BJP-യിൽ ഏറ്റവും സജീവമായി നിൽക്കുന്ന ഏറ്റവും നല്ല ഒരു നേതാവാണ്. അദ്ദേഹത്തിന് എന്ത് സമ്മാനം കൊടുത്താലും കുഴപ്പമില്ല. സുരേഷ് ഗോപിക്ക് എന്നാ കൊടുക്കും? സുരേഷ് ഗോപിക്ക് ഏതെങ്കിലും ഒരു സിനിമയുടെ ഒരു അഭിനയിക്കാൻ ഒരു ചാൻസ് ഉണ്ടാക്കി കൊടുക്കുക. അത് മതി, പുള്ളിക്ക് ഇഷ്ടമാണ്. ഒരു സിനിമയിൽ അഭിനയിക്കാനുള്ള ചാൻസ്. സുരേഷ് ഗോപിയായിട്ട് ഒരുമിച്ച് അഭിനയിക്കോ? പറ്റി. അത് ഞാൻ അഭിനേതാവല്ലല്ലോ. ഞാൻ കണ്ടല്ലോ നേരത്തെ അഭിനയിക്കുന്നത്. അതൊക്കെ തമാശ. ശരി, എന്നാ പിന്നെ തരൂറിന് എന്നാ കൊടുക്കാം? ശശി തരൂരേ
തരൂരിനെ BJP-യിലേക്ക് വിളിച്ചാലോ? അല്ല, പുള്ളി BJP-യിലേക്ക് വരുന്നെന്നുള്ള പ്രതീതി ഉണ്ടാക്കിച്ച് ചാടി BJP കുറ്റം പറയും, ഏച്ച കോൺഗ്രസ് ആണെന്ന് പറയും. ഈ ചാടിക്കളി അവസാനിച്ച് എവിടെയെങ്കിലും ഒരിടത്തൊന്ന് ഉറയ്ക്കാൻ തരൂരിന് ഒരു ഉപദേശം കൊടുക്കാൻ ആഗ്രഹിക്കും. അയാള് ലോകത്തിന് മുമ്പിൽ അതിപ്രഗത്ഭനായ വ്യക്തിയാണ് അങ്ങേര്. അതായത് ഈവൻ സെക്രട്ടറി ജനറൽ ആകേണ്ട ആളാണ്. അത് ഇന്ത്യക്കാരനായതുകൊണ്ട് ഇന്നാണ് ആ സ്ഥാനത്തെങ്കിൽ തരൂർ സെക്രട്ടറി ജനറലാണ്. മനസ്സിലായില്ലേ? അന്ന് ഇന്ത്യക്കാരനൊന്നും കൂട്ടുകാരില്ലല്ലോ, അന്ന് കോൺഗ്രസിൻ്റെ നാരി പറഞ്ഞല്ലേ, അതുകൊണ്ട് പറ്റിപ്പോയതാണ്. ശരി, ആര്യ രാജേന്ദ്രനും കൂടി എന്തെങ്കിലും കൊടുക്കണ്ടേ? ആര്യ രാജേന്ദ്രൻ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് BJP-ക്ക് നേടിത്തന്ന ആര്യ രാജേന്ദ്രനോട് നന്ദി. സമ്മാനമൊന്നുമില്ല? എന്നാ സമ്മാനം കൊടുക്കുക? സമ്മാനം കൊടുക്കുകയാണെങ്കിൽ സഖാക്കന്മാർ കൊടുത്തോളൂ നല്ല സമ്മാനം. ശോഭാ സുരേന്ദ്രൻ ശോഭ മിടുക്കിയല്ലേ, അവർ അസാധ്യ കഴിവുള്ള ഒരു സ്ത്രീയാണ്. അടുത്തവണ നമുക്ക് MLA ആക്കിക്കളെ. തന്നെ ആണ് PC ജോർജിന്റെ വക സമ്മാനം. അതെ. ഉണ്ണിത്താൻ എന്തെങ്കിലും സമ്മാനം കൊടുക്കണ്ടേ? ഉണ്ണിത്താനെ പണ്ട് ഞാൻ ഉണ്ണിത്താനെ പറ്റി ഇപ്പോൾ ഒന്നും പറയുന്നില്ല, കാരണം എൻ്റെ പലതും ഉണ്ട് പറയുന്നില്ല. ഇനി ഞാനൊരു സമ്മാനം തരട്ടെ. എൻ്റെ വക സ്നേഹം നിറച്ച, ഒത്തിരി സ്നേഹം നിറച്ച നല്ല മധുരമുള്ള കേക്ക് അച്ചായന്. ഓക്കെ, നോക്കാം. നല്ല എനിക്ക് ബിരിയാണി തിരിച്ചു തന്നു കേട്ടോ. ബിരിയാണി മാത്രമല്ല, ഞാൻ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇങ്ങോട്ടൊന്നും ഒരു വരവ് ഉണ്ട്. ഒരു ദിവസത്തേക്ക് അത് എനിക്ക് ചെലവേണ്ടി വരും. ഓക്കെ, താങ്ക് യു.